തിരുവാണിയൂർ പഞ്ചായത്തിലെ 8ാം വാർഡിൽപ്പെടുന്ന മരങ്ങാട്ടുള്ളി പൂതനാക്കുഴിയിൽ 12 ഏക്കർ വരുന്ന വലിയ മലയിലെ മണ്ണെടുക്കുവാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. മലയുടെ അടിവാരത്ത് താമസിക്കുന്ന 70ഓളം കുടുംബങ്ങളാണ് പ്രദേശത്തെ പരിസ്ഥിതി വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് മണ്ണെടുക്കുവാനുള്ള ശ്രമത്തെ തടഞ്ഞത്. ഇത് 12 ഏക്കർ സ്ഥലമുണ്ട്. 300 അടിയോളം ഉയരം വരുന്ന മണ്ണാണ്. ഒരുപക്ഷെ എറണാകുളം ജില്ലയിൽ ഇത്രയും വലിയൊരു മണ്ണ് ഒന്നിച്ച് കിട്ടുന്ന സ്ഥലം വേറെ ഉണ്ടാവില്ല. അതുപോലെ ഈ മണ്ണെടുത്ത് ഈ പ്രദേശത്ത് നശിപ്പിക്കുക. മലയുടെ ചുറ്റുമുള്ള ജലക്ഷാമമാണ് പ്രദേശവാസികൾ മുഖ്യമായും ചൂണ്ടിക്കാണിക്കുന്നത്. വേനൽക്കാലത്ത് ജലക്ഷാമം രൂക്ഷമാകുമ്പോൾ പോലും മലയിലെ നീരുറവയാണ് ഒരു പരിധിവരെ ഇവരുടെ ആശ്രയം. കൂടാതെ ആകെയുള്ള വീതി കുറഞ്ഞ പഞ്ചായത്ത് റോഡ് പോലും തകർക്കുന്ന പ്രവൃത്തി അനുവദിക്കാനാവില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാർ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ 70 കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഈ ശരിക്കും പറഞ്ഞാൽ ഈ മലയുള്ളതുകൊണ്ട് മാത്രമാണ് ഒരു 6 മാസമെങ്കിലും ഇവർക്ക് വെള്ളം കിട്ടുന്നത്. ആ ഒരു പ്രദേശമാണ് ഇടിച്ചു തരുത്താനുള്ള ശ്രമം നടത്തുക. അതിന് നിയമപരമായിട്ടുള്ള എല്ലാ നടപടിയിലേക്കും ജനകീയ മണ്ണുമാന്തി യന്ത്രവും ടോറസ് ലോറിയും മലയിലെത്തിയപ്പോഴാണ് മണ്ണെടുക്കുവാനുള്ള ശ്രമം നാട്ടുകാർ അറിയുന്നത്. തുടർന്ന് 100 കണക്കിന് ആളുകൾ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലെത്തിയാണ് മണ്ണെടുക്കുന്നതിനുള്ള ശ്രമം തടഞ്ഞത്. കുറച്ച് കാലം ഇങ്ങനെ അളക്കാനൊക്കെ ആൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ റീസർവേഡ് ആണെന്ന് ചോദിച്ചു. അല്ല റീസർവേഡ് അല്ല, ഇത് ലെവൽ നോക്കാനാണെന്ന് പറഞ്ഞു. പാറക്കൂട്ടം ഒരു ഞങ്ങൾക്കൊന്നും ഇവിടെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. ചൂടും മറ്റും വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും, പിന്നെ ചൂടും. അത് വളരെ ശക്തമായിട്ട് തന്നെ ഞങ്ങൾ എതിർക്കുകയും ചെയ്യും. നാഷണൽ ഹൈവേ 66ന്റെ നിർമ്മാണത്തിനുള്ള സർക്കാർ അനുമതിയിലൂടെയാണ് മണ്ണെടുക്കുവാനുള്ള ശ്രമം ആരംഭിച്ചതെന്നാണ് കരാർ കമ്പനിയുടെ വാദം. എന്നാൽ പഞ്ചായത്ത് ഭരണസമിതിയോ വാർഡ് മെമ്പറോ ഇക്കാര്യം അറിഞ്ഞില്ലെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. കുടിവെള്ളക്ഷാമം വളരെ രൂക്ഷമായൊരു സ്ഥലമാണിത്. ഇവിടെ മണ്ണ് എടുത്തുകൊണ്ട് പോകുന്ന ഒരു നടപടിയല്ല. കാരണം റോഡ് വളരെ ചുരുങ്ങിയ റോഡാണ്. ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഒരു കാരണവശാലും മണ്ണെടുക്കുന്നതിന് ജനപ്രതിനിധി എന്ന നിലയിൽ ഞാനും എൻ്റെ നാട്ടുകാരും അനുവദിക്കുന്നതല്ല. നിത്യരോഗികളും പ്രായമായവരുമുള്ള പ്രദേശത്തെ മനുഷ്യരുടെ ജീവിക്കുവാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയാണ് സമരമെന്നും വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുമെന്നും നാട്ടുകാർ അറിയിച്ചു. ഈ പ്രദേശത്തൊക്കെ നിങ്ങളെവിടെ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ നിത്യരോഗികൾ താമസിക്കുന്ന ഒരു പ്രദേശം അത്. നമ്മൾ ഈ റോഡ് സൈഡിൽ പോയി തന്നാൽ എല്ലാ വീടുകളിലും പ്രായമായ നിത്യം രോഗികളായ മനുഷ്യർ, പ്രഷർ, ഷുഗർ, മറ്റ് ഹാർട്ടിൻ്റെ കംപ്ലയിൻറ്റ്, മറ്റ് എല്ലാ തരത്തിലുള്ള, പിന്നെ കുട്ടികൾ. ഈ വീട്ടിൽ തന്നെ ഉണ്ട് 3 കുട്ടികൾ. അതും വളരെ ദുർബലമായ അവസ്ഥ ജീവിക്കുന്നുണ്ട്. ഈ പ്രദേശം എല്ലാ കുടുംബങ്ങളിലും 2-3 കുട്ടികളുണ്ട്. ഒരു ഭൂപ്രദേശത്തിന്റെ പാരിസ്ഥിതിക ഘടനയെ സാരമായി ബാധിക്കുന്ന നടപടിക്ക് എങ്ങനെ അനുമതി ലഭിച്ചെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. പരിസരവാസികളുടെ അഭിപ്രായങ്ങൾ ആരായാതെ നടത്തിയ ഇത്തരം നിലപാടുകൾക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുവാനാണ് നാട്ടുകാരുടെ തീരുമാനം. കൂടാതെ ജനകീയ സമരസമിതി രൂപീകരിക്കുന്നതിനും നാട്ടുകാർ തീരുമാനമെടുത്തിട്ടുണ്ട്. ഒരു ജനകീയ സമരസമിതി രൂപീകരിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൽ ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. നാളെ ഞങ്ങൾ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ സമരം ഇവിടെ നമ്മൾ പ്രാദേശികമായ സമരം കൊണ്ടൊന്നും ഈ പ്രശ്നം പരിഹരിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. അത് സമരം എന്ന് പറയുന്നത് ഇതിൻ്റെ ഭാഗമായി മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കും, വക്കീലിനെ കണ്ടിട്ടുണ്ട്. അടിയന്തരമായി ഹൈക്കോടതിയെ സമീപിച്ച് ഈ വിഷയങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ തിരുവാണി ഗ്രാമപഞ്ചായത്തിൽ മണ്ണെടുക്കം നിരോധിച്ചിരിക്കുന്ന പ്രദേശമാണ്. ന്യൂസ് ഡെസ്ക്, സി ന്യൂസ് കേരള.